നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിയൂർ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്ന വീട്ടുകാർ പറഞ്ഞതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നത് എന്ന് അമ്മ സുഷമ്മയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് വീണ്ടും പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജയിലിടിഞ്ഞാലും മകൻ പുറത്തു വരരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ പ്രാർത്ഥന എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ മകൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്മയെയും സഹോദരിയെയും കൊല്ലുക തന്നെ ചെയ്യുമെന്ന് ആ അമ്മയ്ക്ക് നന്നായി അറിയാം. പ്രധാനമായും ഈ പ്രജിന് മാനസിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മാനസികമായി ഒരു വൈകല്യമോ ഇല്ലാത്ത ഒരാളാണ്. എന്നാൽ തനിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളും ഇയാൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ അല്ലെങ്കിൽ ശിക്ഷ കാലയളവ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഉള്ളിൽ ഈ വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിയുടെയും ജീവന് അത് ആപത്താണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും കിളിയൂർ ചരവുവിള ബംഗ്ലാവിൽ ജോസാണ് കൊല്ലപ്പെട്ടത്. ഹാളിലെ സോഫയിൽ ചാരിക്കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലും വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 5 രാത്രിയിലായിരുന്നു കൊലപാതകം. വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തതിലെ വിഷമവും മകനുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. തുടർന്ന് വീട്ടിൽ വെറുതെ കഴിയുന്നതിനിടയിലാണ് 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയത്. ഇതിനുശേഷമാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതിനുശേഷം പള്ളിയിൽ പോകാൻ മടി കാണിക്കാറുണ്ടായിരുന്നു. എപ്പോഴും മുറി അടച്ചിരുന്നത് പതിവായിരുന്നു. മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ രാത്രിയിൽ വാഹനമെടുത്ത് പുറത്തേക്ക് പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു. ഇക്കാരണത്താൽ തന്നെ പ്രജിന്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു വിവരം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും അമ്മ പറയുന്നു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി തന്നെ പൂർണ്ണമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു. കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു.